അക്ഷരങ്ങളും അക്കങ്ങളും യെസ്, നോ, ഹലോ ചില ബോർഡുകളിൽ മാത്രം. ഗുഡ് ബൈ എന്നീ വാക്കുകളും ചില ചിത്രപ്പണികളും ചിഹ്നങ്ങളും വരച്ചു ചേർത്ത ഒരു ബോർഡാണ് ഓജോ ബോർഡ് അഥവാ സംസാരിക്കുന്ന ബോർഡ്. അല്ലെങ്കിൽ ഇതിനെ ആത്മാവ് ബോർഡ് എന്നും വിശേഷിപ്പിക്കുന്നു. ആത്മാവുമായുള്ള സംവേദനം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരത്തിലോ പ്ലാസ്റ്റിക്കിലോ ഉണ്ടാക്കിയ ഒരു നാണയവും ഇതിനോടൊപ്പം ഉപയോഗിക്കുന്നു. ആത്മാവിനോട് സംവദിക്കുന്ന സമയം ഓജോ ചെയ്യാൻ തയ്യാറെടുക്കുന്നവർ നേരത്തെ പറഞ്ഞ നാണയത്തിൽ വിരൽ വയ്ക്കുകയും ആത്മാവ് പറയുന്ന വാക്കുകൾക്ക് അനുസരിച്ച് അത് വിരലോടുകൂടി ചലിക്കുകയും ചെയ്യുന്നു. അമാനുഷികതയിലും അസാധാരണയിലും ബന്ധപ്പെട്ട് കിടക്കുന്ന ഓജോ ബോർഡിനെ ശാസ്ത്ര സമൂഹം ശാസ്ത്രീയതയ്ക്ക് നേരെ വിപരീതം എന്ന അർത്ഥമുള്ള ശാസ്ത്രാഭാസം എന്നാണ് വിളിക്കുന്നത്. ഓജോ ബോർഡിൽ നാണയത്തിന് മുകളിൽ കൈവിരൽ ചലിക്കുന്നതിനെ അതിൽ വിശ്വസിക്കുന്നവർ ആത്മാവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ശാസ്ത്ര സമൂഹം അതിനെ ഇഡിയോമോട്ടർ റെസ്പോൺസ് എന്നാണ് വിളിക്കുന്നത്. ഇഡിയോമോട്ടർ റെസ്പോൺസ് പ്രകാരം ഉപബോധ മനസ്സാണ് നമ്മൾ അറിയാതെ ഓജോ ചെയ്യുന്ന സമയത്ത് വിരലുകൾ ചലിപ്പിക്കുന്നത്. ഓജോ ബോർഡ് ഉപയോഗിക്കുന്നത് പ്രേതബാധ കൂടാൻ ഇടയാക്കുമെന്ന മുന്നറിയിപ്പോടെ ചില ക്രിസ്തീയ വിഭാഗങ്ങൾ ഓജോ ബോർഡ് ഉപയോഗിക്കുന്നതിനെ വിലക്കിയിട്ടുണ്ട്. സംസാരിക്കുന്ന ഏത് ബോർഡിനെയും സൂചിപ്പിക്കാനുള്ള ഒരു ട്രേഡ് മാർക്കായി ഓജോ എന്ന പദം ഉപയോഗിക്കപ്പെടുന്നു. ഓജോ പ്രതിഭാസം വെറും ഐഡിയോമോട്ടർ പ്രതികരണം മാത്രമാണെന്നതാണ് ശാസ്ത്ര സമൂഹത്തിൻ്റെ നിഗമനം. ഓജോ ബോർഡ് ഉപയോഗിക്കുന്നവരെ ഓപ്പറേറ്റർമാർ എന്നാണ് വിളിക്കുന്നത്. ഓപ്പറേറ്റർമാർ ഓജോ ബോർഡിൽ നാണയം നീക്കി വാക്കുകൾ ഉണ്ടാക്കുന്നത് സ്വമേധയാ അല്ലെന്ന് നിയന്ത്രിത പരീക്ഷണങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് ഓപ്പറേറ്റർമാർ രൂപപ്പെടുത്തുന്ന വാക്കുകളും വാക്യങ്ങളുമെല്ലാം അപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രമാണെന്നതും പുതിയ കാര്യങ്ങളൊന്നുമല്ലെന്നതും ശ്രദ്ധേയമാണ്. ഈ വാദങ്ങൾക്കെല്ലാം മറ്റൊരുദാഹരണമാണ് നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ ബ്രെയിൻ ഗെയിംസ് ഷോയിലെ ഒരു എപ്പിസോഡിൽ ഓജോ ബോർഡ് ഓപ്പറേറ്റർമാരുടെ എല്ലാം കണ്ണ് കെട്ടിയാൽ ഓജോ ബോർഡിൽ നാണയം നീക്കി വാക്കുകളോ വാക്യങ്ങളോ ഒന്നും രൂപപ്പെടുത്താനാവില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്.